ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് വാലോ ഗസ്റ്റ് ഹൗസ്. ഇവിടെയാണ് ഇന്നലെ രാത്രി ഞാൻ സ്റ്റേ ചെയ്തത്. ഇപ്പം രാവിലെ ഏകദേശം 5:30 മണിയായിട്ടേ ഉള്ളൂ. നല്ല വെട്ടം വീണിട്ടുണ്ട്. ഇപ്പം ഞാൻ പോകുന്നത് ലോങ്വ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. ഇപ്പം ഞാൻ ഉള്ളത് മോൺ ഡിസ്ട്രിക്റ്റിലെ മോൺ ടൗണിലാണ്. അപ്പോൾ സെപ്പറേറ്റ് ടാക്സി പോയിന്റുകളാണ്. ഇവിടെ നിന്ന് ഓരോ സ്ഥലത്തേക്ക് പോകാനായിട്ടും വേറെ ട്രാൻസ്പോർട്ടും ബാക്കി കാര്യങ്ങളൊന്നുമില്ല. ലോങ്വ എന്ന് പറയുന്നത് ഇന്ത്യയും മ്യാൻമറും ബോർഡർ ഷെയർ ചെയ്യുന്ന ഒരു വില്ലേജാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് മ്യാൻമറിൽ കയറാൻ പറ്റും. ഇതാണ് ഇവിടുത്തെ ഒരു പ്രധാന ജംഗ്ഷനാണ്. കുറേ അധികം ഷോപ്പുകളൊക്കെ ഉണ്ട്. എന്നാൽ തന്നെ രാവിലെ 5:30 മണി ആയതുകൊണ്ട് തന്നെ കുറച്ച് ഷോപ്പുകൾ മാത്രമേ ഓപ്പൺ ആയി വരുന്നുള്ളൂ. പക്ഷേ ആളുകളൊക്കെ ജോലിക്ക് പോകാനും മറ്റും ബാഗുകളൊക്കെ ആയിട്ട് വണ്ടിയും കാത്തൊക്കെ നിൽപ്പുണ്ട്. പിള്ളേർ വരെ രാവിലെ എണീറ്റ് നല്ല ഉന്മേഷമായിട്ട് നടക്കുന്നുണ്ട്. ഇത് ഇവിടുത്തെ കോഴിക്കട, പന്നിക്കട, മീൻകടയൊക്കെയാണ്. പട്ടിയെ കിട്ടുമോയെന്ന് എനിക്കറിയില്ല. ഇതാണ് ലോങ് വൈയിലേക്ക് പോകാനുള്ള ടാക്സി പോയിന്റ്. അവിടുന്ന് ഏകദേശം 15 മിനിറ്റോളം നടക്കാനുണ്ടായിരുന്നു. വെട്ടമുണ്ടെങ്കിലും നല്ല തണുപ്പുണ്ട്. അതുകൊണ്ടാണ് ആളുകളൊക്കെ ഇവിടെ തീയൊക്കെ കാഞ്ഞ് ചൂടൊക്കെ പിടിച്ച് ഇരിക്കുന്നത്. എൻ്റെ കൂടെ ഇവിടെ ലോങ് വൈയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ആളുകളും കൂടെ നല്ല ലഗേജൊക്കെ ആയിട്ട് ഇരിപ്പുണ്ട്. അവരുടെ കയ്യിൽ കുഞ്ഞ് വെള്ള എലികളൊക്കെ ഉണ്ട്. അത് കാണാൻ നല്ല രസമുണ്ട്. ഞാൻ ചോദിച്ചപ്പോൾ ഇതിനെ അവർ കഴിക്കുമെന്നാണ് പറഞ്ഞത്. കാരണം ലോങ് വേയിൽ അധികം ആക്സസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഭക്ഷണമൊക്കെ ഇവർ കയ്യിൽ കരുതിയിട്ടാണ് പോകുന്നത്. ഇതാണ് ടാക്സി പോയിന്റ്. അപ്പം ഞാനൊന്ന് അന്വേഷിക്കട്ടെ. എനിക്ക് ടാക്സി കിട്ടിയില്ല. നമ്മൾ അറ്റ്ലീസ്റ്റ് ഇന്നലെയെങ്കിലും പ്രീ ബുക്ക് ചെയ്യണമായിരുന്നു. എനിക്കതിനെ പറ്റിയിട്ട് വലിയ ധാരണകളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇനി വരുന്നവർ നേരത്തെ പ്രീ ബുക്ക് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ടാക്സി കിട്ടില്ല അങ്ങോട്ടേക്ക്. അപ്പോൾ എനിക്ക് 2 പേര് വഴി കാട്ടിത്തരാമെന്ന് പറഞ്ഞാൽ അങ്ങോട്ടേക്കുള്ള സ്റ്റാർട്ടിംഗ് പോയിന്റ് വരെ എത്തിക്കാം. അവിടെ നിന്ന് വണ്ടി കിട്ടുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ടാക്സി അല്ലാതെ വേറൊരു സാധനം അങ്ങോട്ടേക്ക് പോകാറില്ല. രാവിലെ തന്നെ വളരെ മനോഹരമായ വ്യൂ ആണ്. സൂര്യനൊക്കെ ഉദിച്ച് താഴെ മഞ്ഞൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് കേട്ടോ ഇതൊക്കെ കാണാനായിട്ട്. അങ്ങനെ ഞാൻ ലോങ് വേയിലേക്കുള്ള വഴിയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ സൈൻ ബോർഡ് കാണാം, യൂച്ചിങ്, ടാങ്യു, പോച്ചിങ്. ഇതൊക്കെ താണ്ടിയിട്ട് വേണം ലോങ് വേയിലെത്താൻ. ലോങ് വേയിലേക്ക് ഏകദേശം 42 കിലോമീറ്റർ ഉണ്ട്. അങ്ങോട്ടേക്ക് ലിഫ്റ്റ് കിട്ടുന്ന കാര്യം വളരെ ബുദ്ധിമുട്ടാണ്. എന്നാലും ഞാനൊന്ന് ശ്രമിച്ചു നോക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അല്ലെങ്കിൽ ഞാൻ ഈ 42 കിലോമീറ്റർ നടക്കേണ്ടി വരും. എനിക്കങ്ങനെ ഒരു ലിഫ്റ്റ് കിട്ടി. ഒരു ചേട്ടനും ചേച്ചിയും വണ്ടി നിർത്തി. എന്നിട്ട് അവർ ലോങ് വേയിലേക്ക് തന്നെയാണ് ഭാഗ്യത്തിന് പോകുന്നത്. അവരെന്നെ ലോങ് വേയുടെ എൻട്രൻസ് വരെ ഇറക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരാരെയോ കാണാൻ വേണ്ടിയിട്ട് ലോങ് വേയിലേക്ക് പോവുകയാണ്. ഇവിടുത്തെ റോഡിൻ്റെ കണ്ടീഷനൊക്കെ വളരെ മോശമാണ്. പക്ഷേ ആൾക്ക് നല്ല എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് തന്നെ നല്ല രസമായിട്ട് ഓടിക്കുന്നുണ്ട്. വളരെ ശ്രമകരമാണ് ഇവിടെ വണ്ടി ഓടിക്കൽ. ഞാനിതിൽ കുലുങ്ങി കളിക്കുകയാണ്. റോഡൊക്കെ വളരെ മോശമായതുകൊണ്ടും ഇത്രയും ദൂരം സഞ്ചരിക്കേണ്ടതുകൊണ്ടും ഇവർ നിർത്തി റെസ്റ്റൊക്കെ എടുത്ത് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചാണ് പോകുന്നത്. ചേട്ടൻ നല്ല ഫ്രണ്ട്ലിയാണ്. ചേച്ചിക്ക് ആദ്യം ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് നല്ല കമ്പനിയായി. ഇതുപോലെ 3 പാലങ്ങൾ ഞാൻ ഇതിനു മുമ്പ് കണ്ടു. അപ്പോൾ വാട്ടർ ബോഡീസൊക്കെ നിങ്ങൾ കാണുന്ന പോലെ തന്നെ വറ്റി വരണ്ടാണ് കിടക്കുന്നത്. കാലാവസ്ഥയുടെയാണ്. മഴക്കാലം ആകുമ്പോഴത്തേക്ക് നല്ല വെള്ളം ഉണ്ടാവും എന്നാണ്, നല്ല ഒഴുക്കുണ്ടാവും എന്നാണ് ഇവർ പറഞ്ഞത്. അങ്ങനെ ഞാൻ ലോങ് വേയിലെത്തി. അവർ മുകളിലോട്ട് പോവുകയാണ്. ചേട്ടനോടും ചേച്ചിയോടും ഞാൻ നന്ദിയൊക്കെ പറഞ്ഞിട്ട് എന്താ പറയുക, ഇന്ത്യയുടെയും മ്യാൻമറിൻ്റെയും ബോർഡർ ഷെയർ ചെയ്യുന്ന ലോങ്വ വില്ലേജിലേക്ക് ഒഫീഷ്യലി എൻ്റർ ചെയ്യുകയാണ്. പണ്ട് കാലത്ത് നമ്മുടെ അവിടെ കണ്ട പോലത്തെ ഓലമേഞ്ഞ പഴയ കുഞ്ഞു വീടുകളൊക്കെയാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ ഞാൻ വഴിയിൽ കണ്ട കുറച്ച് വുഡൻ വർക്ക്സ് ഒക്കെ ഉള്ള ഒരു വീട്ടിലേക്ക് കയറിയതാണ്. അപ്പോൾ ഈ കാണുന്നതൊക്കെ ഓരോ ഉപകരണങ്ങളാണ്. ഇവയൊക്കെ പണ്ട് എനിമീസ് വരുമ്പോഴും മരണം അറിയിക്കാനുമൊക്കെ കൊട്ടി അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങളാണ്. ലോങ്വ വില്ലേജിലെ ആളുകളെ പണ്ട് അറിയപ്പെട്ടുകൊണ്ടിരുന്നത് ഹെഡ് ഹണ്ടേഴ്സ് എന്നാണ്. ഇവർ മനുഷ്യൻ്റെ തല വെട്ടിയിട്ട് ആ തലകളായിരുന്നു ഈ കാളയുടെ കൊമ്പിന് പകരം പണ്ട് സൂക്ഷിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ കാണുന്നത് ഇവരുടെ കഥകാണ്. അപ്പോൾ ഈ കഥകം ഒരൊറ്റ സിംഗിൾ പീസ് ഓഫ് വുഡിൽ ചെയ്തതാണ്. ഈ ആർട്ട് വർക്കിനൊക്കെ ഓരോരോ ഐതിഹ്യങ്ങളുണ്ട്. ഇവർ പണ്ട് ഒപ്പിയം വലിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ്. അപ്പോൾ ഒപ്പിയത്തിൻ്റെ ഐതിഹ്യമാണ് അത്. ഇത് ഇവരുടെ ഹണ്ടിങ്ങിൻ്റെ ഓരോരോ കഥകളാണ്. ഇവരുടെ തന്നെ കഥകളാണ് ഇവർ ഓരോരോ കൊത്തുപണികളിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇവരുടെ മറ്റൊരു മേന്മ എന്ന് പറയുന്നത് ഇതൊന്നും ഒരു മെഷീൻ്റെയും ഒരു ഉപകരണത്തിൻ്റെ സഹായത്തോടെയല്ല, ഇവർ കൈകൊണ്ട് തന്നെ ചെയ്യുന്ന വർക്കുകളാണ്. ഈ കാണുന്ന കഥക് സ്ലൈഡിങ് കഥകാണ്.
വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത സ്ലൈഡിങ് ആയിട്ടുള്ള ഒരു കഥ കാണാം. ഭയങ്കര രസമുണ്ട് അതൊക്കെ കാണാനായിട്ട്. അകത്ത് കുറച്ച് വെട്ടത്തിൻ്റെ കുറവുണ്ട്. ഇതൊക്കെ ഓരോറ്റ പീസിൽ ചെയ്ത ഓരോരോ ആർട്ട് വർക്കുകളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലോങ്ബ വില്ലേജിലെ ആളുകൾ ഹെഡ് ഹണ്ടേഴ്സ് എന്നറിയപ്പെടുന്നു. അപ്പോൾ അവർ എത്ര തലയാണോ വെട്ടുന്നത് അത്രയും തലയുടെ ഒരു മാല ഇവർ ധരിച്ചുകൊണ്ടാണ് നടക്കുന്നത്. അത് ഇവർക്ക് ഒരു പ്രൗഡ് ഫീല് കിട്ടുന്ന ഒരു സാധനമാണ്. അപ്പം ഈ വീടെന്ന് പറയുന്നത് ഒരു ഷോറൂം പോലെയാണ്. ഇവിടെ ഈ സാധനങ്ങളൊക്കെ ഇവർ വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്, ടൂറിസ്റ്റുകൾക്ക് വേണ്ടി വെച്ചിരിക്കുന്നതാണ്. വലിയ പൈസയൊന്നുമില്ല, റീസണബിൾ ആയിട്ടുള്ള പ്രൈസ് മാത്രമേ ഉള്ളൂ. 150 രൂപ 200 രൂപ, മാക്സിമം 500 രൂപയ്ക്കാണ് ഈ സാധനങ്ങളൊക്കെ ഇവർ കൊടുക്കുന്നത്. ഇതൊക്കെ ഇവർ കൈകൊണ്ട് തന്നെ ഉണ്ടാക്കുന്നതാണ്. ഇതാണ് ഇവരുടെ പ്രധാന വരുമാന മാർഗം ഈ വീട്ടിലെ ആളുകളുടെ. പണ്ട് കാലത്ത് ഇവിടുത്തെ ആണുങ്ങൾ മുഴുവൻ നിർബന്ധമായിട്ടും തലമുടി നീട്ടി വളർത്തണമായിരുന്നു. കാരണം ശത്രുക്കളെ വധിച്ചു കഴിഞ്ഞിട്ട് അവരുടെ തല അറുത്ത് ഈ കാണുന്നത് പോലെ തലമുടിയിൽ പിടിച്ചാണ് ഇവരുടെ ധീരത കാണിച്ച് നടന്നു വരുന്നത്. ഈ തലകൾ ഇവർ പ്രിസർവ് ചെയ്യും. എന്നിട്ട് ദൈവപ്രീതിക്കും കൃഷിക്കുമൊക്കെ അത് നല്ലതാണെന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ള അമ്മൂമ്മമാരാണ് വഴിയോരങ്ങളിൽ മാലകളൊക്കെ കോർത്ത് നമ്മൾ പറയുന്ന രീതിക്കൊക്കെ നമുക്ക് ചെയ്തു തരും. ഇവിടുത്തെ ആളുകളും ടൂറിസ്റ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ധരിച്ചാണ് ഇതുവഴി നടക്കുന്നത്. ഇപ്പോൾ ഞാൻ പോകുന്നത് ലോങ്വ വില്ലേജിൻ്റെ, അതായത് ബോർഡർ സെപ്പറേഷൻ കാണാൻ പറ്റുന്ന ഏറ്റവും അടിപൊളി ഒരു സ്ഥലത്തേക്കാണ്. അതായത് വാച്ച് ടവറിൻ്റെ ടോപ്പിലേക്കാണ്. അവിടെ നിന്ന് കഴിഞ്ഞാൽ ഇന്ത്യയുടെയും മ്യാൻമറിൻ്റെയും ബോർഡർ ഷെയർ ചെയ്യുന്ന എല്ലാ സ്ഥലങ്ങളും നമുക്ക് കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഏറ്റവും അത്ഭുതകരമായ കാഴ്ച എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ നിൽക്കുന്നത് ഇന്ത്യയിലും മ്യാൻമറിലും കൂടെയാണ്. പ്രത്യേകിച്ച് ലൈൻ ഓഫ് കൺട്രോളോ കാര്യങ്ങളോ ഒന്നും ഇവിടെയില്ല. ഇവർ പറഞ്ഞ അനുസരിച്ച് ഈ മരത്തിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ളത് മുഴുവൻ ഇന്ത്യയും റൈറ്റ് സൈഡിലുള്ളത് മ്യാൻമറുമാണ്. ഇവിടെ നിന്ന് സുഹൃത്തുക്കൾ എന്നെ ലോങ്ബ വില്ലേജിൻ്റെ കിങ്ങിൻ്റെ വീട് കാണിച്ചു തന്നു. ക്യാമറയിൽ എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ദൂരെ കാണുന്ന ഏറ്റവും വലിയ ഒരു വീടുണ്ട്, അതാണ് കിങ്ങിൻ്റെ വീടെന്നാണ് ഇവർ പറഞ്ഞത്. അങ്ങോട്ടേക്ക് എന്തായാലും ഞാൻ പോകുന്നുണ്ട്. അദ്ദേഹമാണ് ലോങ്ബ വില്ലേജിൻ്റെ ഇന്ത്യയിലുള്ള 30 ട്രൈബ്സിനെയും മ്യാൻമറിലുള്ള 35 ട്രൈബ്സിനെയും കൺട്രോൾ ചെയ്യുന്നത്. ഇത് ആക്ച്വലി വാച്ച് ടവറല്ല. വാച്ച് ടവറിലേക്ക് ഇവിടുന്ന് ഒരു 5 മിനിറ്റ് കൂടെ നടക്കാനുണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് വാച്ച് ടവറിലാണ്. വാച്ച് ടവർ ആക്ച്വലി സ്ഥിതി ചെയ്യുന്നത് മ്യാൻമറിലാണ്. ഏറ്റവും ഹൈറ്റിലുള്ള ഒരു സ്പോട്ടാണ് ഇത്. കാരണം എനിക്ക് ഈ പ്രദേശം മുഴുവൻ ഒരു 360 ഡിഗ്രി വ്യൂവിൽ ഒരൊറ്റ സ്ട്രെച്ചിൽ കാണാൻ പറ്റുന്നുണ്ട്. ഭയങ്കര രസകരമായിട്ടുള്ള ഒരു അടിപൊളി കാഴ്ചയാണ്, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എനിക്ക് ഏകദേശം ഒരു ആനിമേറ്റഡ് മൂവിയൊക്കെ കാണുന്ന ഒരു ഫീലിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. മാത്രമല്ല നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി കാലാവസ്ഥ കൂടിയാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് പണ്ട് കാലത്തുണ്ടായിരുന്ന ഹെഡ് ഹാൻഡേഴ്സിൽ 13 പേര് നിലവിൽ ജീവിച്ചിരിപ്പുണ്ട്. അതിൽ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരാളുടെ വീട്ടിലേക്കാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തും അദ്ദേഹത്തോടൊപ്പമുണ്ട്. ഇദ്ദേഹം ഏകദേശം 5 പേരുടെ തല പണ്ട് കാലത്ത് വെട്ടിയിട്ടുണ്ട്. അതിൻ്റെ പ്രതീകമായിട്ടാണ് അദ്ദേഹം ധരിച്ചിരിക്കുന്ന മാലയിൽ 5 തലയുള്ള ലോക്കറ്റ് ഉള്ളത്. ബാക്കി ഓർണമെൻറ്റ്സും ടാറ്റൂസും ബാക്കി കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് മൃഗങ്ങളെയൊക്കെ ഹണ്ട് ചെയ്ത് അതിൻ്റെയൊക്കെ പാർട്സ് കൊണ്ടാണ്. ഇപ്പോൾ അവർ നല്ല ഫ്രണ്ട്ലിയാണ്. അവർ എന്നെ അവരുടെ കുറച്ച് ട്രഡീഷണൽ ഡാൻസൊക്കെ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര രസമായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. അവരുടെ ഭാഷയിലാണ് സംസാരിക്കുന്നത്. ट्रेडिशनल डांस कर रहे हैं और जो टैटू है वॉरियर टैटू है और जो पीछे पहन रहे हैं जो नेकलेस, तो 5 मुकुट है, मतलब he had chopped off 5 heads, so very dangerous to them back then and still dangerous now also, but they are now friendly because people have started coming. ഇത് ഇവർ ശത്രുക്കളുടെ തല വെട്ടി കെട്ടിത്തൂക്കിയിരുന്ന മരമാണ്. ഇവരുടെ ബോർഡറാണ്. പട്ടാളക്കാരൻ നിൽപ്പുണ്ട്, അതുകൊണ്ട് ഞാൻ ക്യാമറ മാറ്റി. അങ്ങനെ കുറച്ചു മുമ്പ് ദൂരത്ത് നിന്ന് കണ്ട ലോകത്തിലെ തന്നെ ഏറ്റവും യുണീക്ക് ആയിട്ടുള്ള ഒരു ഹൗസിന് മുമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ചീഫ് ആങ്സ് റെസിഡൻസ് ലോങ്വേയിലെ രാജാവിൻ്റെ വസതിയുടെ മുമ്പിലാണ്. കാരണം പാർട്ടീഷൻ പോലും പകുതി നാഗാലാൻഡ് ഇന്ത്യയിലും ബാക്കി പകുതി സഗായിങ് മ്യാൻമറിലുമാണ് ഉള്ളത്. ഒരു ലൈൻ ഓഫ് കൺട്രോളും ഇല്ലാത്ത ഒരു അപൂർവമായ ഒരു സ്ഥലമാണ് ഇത്. ഇവിടെയും കുറച്ച് വുഡൻ വർക്ക്സും ആർട്ട് വർക്കും ഒക്കെ ഉണ്ട്.
ഒരു മൃഗമുണ്ട്, അത് ഇവിടെ മാത്രം കാണപ്പെടുന്ന ഒരു ആനിമലാണ്. ഇതിനെ ഇവർ വിളിക്കുന്നത് മിഥുൻ എന്നാണ്. ഏകദേശം ഡൈനോസറിൻ്റെയൊക്കെ ഒരു രൂപസാദൃശ്യമാണ് എനിക്കിതിനെ കണ്ടപ്പോൾ തോന്നിയത്. കുറച്ച് രേഖകളൊക്കെ മാർബിളിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ആയിങ് ഹൗസിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റും കാര്യങ്ങളും ഒക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇവിടുത്തെ കിങ്ങിനെ ഇവർ വിശേഷിപ്പിക്കുന്നത് ആങ് എന്നാണ് ഇവരുടെ ലാംഗ്വേജിൽ. അതുകൊണ്ടാണ് ഇതിന് ചീഫ് ആങ്സ് റെസിഡൻസ് എന്നാണ് ഈ വസതിയുടെ പേര്. ഇതിൻ്റെ ജോഗ്രഫിക്കൽ ഇൻഡെക്സ് ഒക്കെ കൊണ്ട് തന്നെ കുറേ അധികം ടൂറിസ്റ്റുകൾ എന്നോടൊപ്പം ഇന്ന് ഇവിടെയുണ്ട്. കുറച്ച് ആളുകളൊക്കെ റിസർച്ചൊക്കെ ചെയ്യുന്നുണ്ട്. കുറേ അധികം വിശിഷ്ട വ്യക്തികളൊക്കെ ഈ സ്ഥലം വിസിറ്റ് ചെയ്തതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളുമൊക്കെ ഇവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ രാജാവ് വീടിന് ഉള്ളിലുണ്ട്. ഞാൻ രാജാവിനെ കാണാൻ വേണ്ടി അകത്ത്. ഇദ്ദേഹമാണ് ലോങ്വേയുടെ രാജാവ്. ടോണി പവാങ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. ഈ കാണുന്നത് രാജാവിൻ്റെ ഭാര്യയാണ്. ക്യൂൻ ഓഫ് ലോങ്വ എന്നാണ് അറിയപ്പെടുന്നത്. കൊനിയാക് ട്രൈബിൻ്റെ റാണി ആയതുകൊണ്ട് കൊനിയാക് റാണി എന്നും ഇവരെ വിശേഷിപ്പിക്കാറുണ്ട്. നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ നൂലിൽ മുത്തുകളൊക്കെ കോർത്ത് ഇവരുടേതായ രീതിയിലുള്ള ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഇവരും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഇവർ വിൽപ്പനയ്ക്കൊക്കെ വെച്ച് ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്കൊക്കെ കൊടുക്കും. അങ്ങനെ എൻ്റെ ആവശ്യപ്രകാരം അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ ഡ്രസ്സൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ കിടക്കുന്ന മാലയിലുള്ള പല്ലുകളൊക്കെ ആനയുടെയും പുലിയുടെയും ഒക്കെ പല്ലുകളാണ്. അദ്ദേഹം 3 തലയുള്ള മാല ഇട്ടത് കൊണ്ട് അദ്ദേഹം 3 തല വെട്ടിയെന്നല്ല ഉദ്ദേശിക്കുന്നത്. അതിൽ ഒന്ന് ഇന്ത്യയെ സൂചിപ്പിക്കുന്നു, ഒന്ന് ലോങ്വ വില്ലേജിനെ സൂചിപ്പിക്കുന്നു, ഒന്ന് മ്യാൻമറിനെ സൂചിപ്പിക്കുന്നു. അദ്ദേഹത്തിന് അങ്ങനെ വേർതിരിവുകളൊന്നുമില്ല. ലോങ്വ വില്ലേജിലെ എല്ലാ ആളുകളും അദ്ദേഹത്തിൻ്റെ പ്രജകളാണ്. അങ്ങനെ ഞാൻ അദ്ദേഹത്തോട് നന്ദിയൊക്കെ പറഞ്ഞു, യാത്രയൊക്കെ പറഞ്ഞിട്ട് ഇവിടെ നിന്നും ഇറങ്ങുകയാണ്. ഒരു കപ്പ് ചായയൊക്കെ കുടിച്ചു. ഇവിടുത്തെ നായയും എന്നെ നോക്കി വാലക്കാട്ടി യാത്രയൊക്കെ പറഞ്ഞു. ഇപ്പോൾ ഞാൻ പരിചയപ്പെടാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരാളെയാണ്. ഇത് ഇന്ത്യയിലല്ല, മ്യാൻമറിലാണ്. മ്യാൻമറിലെ ഒരു ഗൺ മേക്കറാണ്. ഇദ്ദേഹം വളരെ പ്രശസ്തനാണ്. ഡബിൾ ബാരൽ മേക്കിങ്ങിൽ ഇദ്ദേഹം സ്പെഷ്യലിസ്റ്റാണ്. ഇദ്ദേഹത്തിൻ്റെ വർക്കുകളാണ് ഈ കാണുന്നത് മുഴുവൻ. വുഡൻ പീസസിലാണ് ഇദ്ദേഹം കൂടുതലും അതിൽ വർക്ക് ചെയ്യുന്നത്. മെറ്റൽ വർക്ക്സ് വളരെ കുറവാണ്. ഇത് അദ്ദേഹത്തിൻ്റെ സഹായിയാണ്. ഇതാണ് നമ്മുടെ ഗൺ മേക്കർ. അദ്ദേഹം കുറച്ചൊക്കെ എന്നോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇന്ത്യയിൽ ഇത് ബാൻ ആണെങ്കിലും കുറച്ച് ആളുകളൊക്കെ ഇത് വാങ്ങി പോകാറുണ്ട്. കൂടുതലായും ആനിമൽ ഹണ്ടിങ്ങിനും മറ്റുമാണ് ഇവർ തോക്കുകൾ വാങ്ങാറ്. എന്നാൽ കുറച്ച് ആളുകളൊക്കെ പേഴ്സണലൈസ് യൂസിനും വാങ്ങി വെക്കാറുണ്ട്. ഇവിടെ കണ്ടതിൽ വെച്ച് തോക്കുകൾ മാത്രമല്ല മറ്റ് പല ആയുധങ്ങളും മറ്റ് പല ആർട്ട് വർക്കുകളും ഇദ്ദേഹം ചെയ്യാറുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അദ്ദേഹത്തിൻ്റെ വർക്കിൽ തന്നെ മുഴുകിയിരിക്കുകയാണ്, തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ നടന്നു ചെല്ലുന്നത് മ്യാൻമറിലെ ഒരു സ്കൂളിലേക്കാണ്. അവിടെ കാണുന്ന ഫ്ലാഗ് മ്യാൻമറിൻ്റെ ഫ്ലാഗാണ്. ലോങ്വ വില്ലേജിലെ ആളുകളുടെ അല്ലെങ്കിൽ കുട്ടികളുടെ ഒക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ഇന്ത്യയിലും മ്യാൻമറിലും പൗരത്വം കിട്ടും. അപ്പോൾ ഇവർക്ക് 2 സ്ഥലത്തും വർക്ക് ചെയ്യാം, 2 സ്ഥലത്തും പഠിക്കാം, 2 സ്ഥലത്തും വോട്ട് ചെയ്യാം. അങ്ങനെ കുറേ അധികം സവിശേഷതകളും കുറേ അധികം ആനുകൂല്യങ്ങളും ഇവർക്ക് ഈ 2 പൗരത്വവും നൽകുന്നുണ്ട്. അപ്പം ഞാൻ ഇവിടുത്തെ ക്ലാസ് മുറികളൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ഉള്ളിൽ കയറിയതാണ്. ഇന്ന് അവധി ആയതുകൊണ്ടാണ് കുട്ടികളൊന്നും ഇവിടെ ഇല്ലാത്തത്.
ഈ ബോർഡിൽ എഴുതിയിരിക്കുന്നത് ബർമീസ് ലാംഗ്വേജ് ആണ്. ഇവിടുത്തെ ടീച്ചർമാരാണ് എനിക്കത് പറഞ്ഞു തന്നത്. അവർക്കും ഞാൻ നന്ദിയൊക്കെ പറഞ്ഞിട്ട് ഇവിടെ നിന്നും തിരിച്ചു പോവുകയാണ്. നമ്മുടെ നാട്ടിലെ കളരിയൊക്കെ അഭ്യസിപ്പിക്കുന്നത് പോലെ പണ്ട് കാലത്ത് ഹെഡ് ഹാൻഡ് ചെയ്തുകൊണ്ടിരുന്ന ആളുകളെ പരിശീലിപ്പിക്കുന്ന ഒരു സ്ഥലമായിരുന്നു ഇത്. മോറങ് എന്നാണ് ഇതിനെ ഇവർ വിളിക്കുന്നത്. 1960കളിൽ ഇന്ത്യയിൽ ഹെഡ് ഹാൻഡിങ് നിരോധിച്ചെങ്കിലും പിന്നെയും 2-3 കേസുകളൊക്കെ റിപ്പോർട്ട് ചെയ്തതായി പറയുന്നുണ്ട്. ഇപ്പോൾ എന്തായാലും 2003 ശേഷം ഇതിനെ ക്രിസ്ത്യൻ മിഷനറി ഏറ്റെടുത്ത് ഒരു ചരിത്രമായിട്ട് തന്നെ കൊണ്ടുപോകുന്നുണ്ട്.